അപ്പൊ നമുക്ക് കോർഡിനേറ്റ് ജോമെട്രി മാത്സിലത്തെ കോർഡിനേറ്റ് ജോമെട്രിയിലത്തെ ക്ലാസ് തുടങ്ങാം. ഓക്കെ, അപ്പോ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പ്ലോട്ട് ചെയ്യാൻ മാത്രമല്ല, ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പ്ലോട്ട് ചെയ്യാൻ മാത്രമല്ല, ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് എന്തൊക്കെയാണെന്ന് നമുക്ക് എന്താ അറിയാം? നമുക്ക് മുമ്പേ അറിയാം എന്താണ് കോർഡിനേറ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആക്സിസ് ഉണ്ടാവും. ഒന്ന് എക്സ് ആക്സിസ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് എക്സ് ആക്സിസ്, പിന്നെയുള്ളത് വൈ ആക്സിസ്, വെർട്ടിക്കൽ ആയിട്ടുള്ളത്. ഇനി ഏതൊരു പോയിന്റും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എക്സ് വൈ എന്ന പെയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ആ ഒരു പോയിന്റ് എവിടെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? പിന്നെ നമുക്ക് 0 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ആണ് എന്ത്? ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമുക്കപ്പോ 3 4 എന്ന് പറഞ്ഞൊരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും. 3 4 എന്ന് പറഞ്ഞൊരു പോയിന്റ് തന്നെങ്കിൽ എങ്ങനെ വരയ്ക്കാൻ പറ്റും? 3 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? ആദ്യം വരുന്നതാണ് എന്ത്? എക്സ് ആക്സിസ്, രണ്ടാമത് വരുന്നതാണ് വൈ ആക്സിസ്. 3 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ 3 ഇവിടെ, ഓക്കെ, ഇവിടെ എത്തി. ഇനി വൈയില് 4 എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി 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 ഇവിടെ എത്തണം, 4 ഇവിടെ എത്തുന്നുണ്ട്, അല്ലെ? വൈയില് 4 ഇവിടെ എത്തുന്നുണ്ട്. ഈ രണ്ട് കോർഡിനേറ്റ്സും തമ്മിൽ മുട്ടുന്ന പോയിന്റ് ഏതാണ്? ഇതാണ് എന്ത് വരിക? 3 4 എന്ന് പറയുന്ന പോയിന്റ് വരിക. ഇവിടെ എന്ത് ചെയ്യാം? 3 4 എന്ന് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 3 4 ആദ്യത്തെ എന്ന് പറയുന്നത് എക്സ് ആക്സിസും രണ്ടാമത്തത് എന്ന് പറയുന്നത് വൈ ആക്സിസുമാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെയാണ് ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മാർക്ക് ചെയ്യണം. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഫൈൻഡിങ് മിസ്സിംഗ് വെർട്ടസസ്. ഒരു റെക്ടാങ്കിൾ ഞാൻ എടുത്തു. ഇവിടെ ഫിഗറിൽ കാണുന്ന ഈ റെക്ടാങ്കിൾ ഞാൻ എടുത്തിരിക്കുന്നു. ഓക്കെ, whose sides are parallel to the axis? If you know two opposite corners, can you find the other? നമുക്ക് രണ്ട് ഓപ്പോസിറ്റ് കോർണേഴ്സ് അറിയാമെങ്കിൽ ബാക്കിയുള്ള രണ്ട് കോർണേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എ എന്ന് പറയുന്നത് എന്താണ്? 3 2 എന്ന് പറയുന്നതാണ് എന്ത്? അതിന്റെ കോർഡിനേറ്റ്സ് വരുന്നത്. സിന്റെ കോർഡിനേറ്റ്സ് എന്ത് വരുന്നത്? 7 5 എന്ന്. അങ്ങനെയാണെങ്കിൽ ബി എന്തായിരിക്കും? ഡി എന്തായിരിക്കും? ഈ ബിയും ഡിയും എങ്ങനെ കണ്ടുപിടിക്കും? അല്ലെ? അപ്പോ എ എന്ന് പറയുന്നത് എന്താണ്? എ ബി എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് എങ്ങനെയാണ്? ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് എക്സ് ആക്സിസ്. അപ്പൊ എ ബി എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിസിന് പാരലൽ ആണ്, അല്ലെ? അതേപോലെ എ ഡി എന്ന് പറയുന്നത് എന്താണ്? വൈ ആക്സിസിന് പാരലൽ ആണ്. ഓക്കെ, അപ്പോ എയിൽ നിന്ന് ബിയിലോട്ടുള്ള ദൂരം, ഇത്രയും ദൂരം എത്രയാണെന്ന് എനിക്കറിയില്ല. അറിയോ? ഇല്ല. അപ്പോ പക്ഷെ മുകളിൽ സി എത്ര കൊടുത്തിട്ടുണ്ട്? 7 5 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എ ബിയില് ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് ആക്സിസിന് പാരലൽ അല്ലേ? എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിൽ വൈ കോർഡിനേറ്റ്, അതായത് ഇവിടെ വൈ എന്താണ്? 2 ആണുള്ളത്. അപ്പൊ ബിന്റെ അവിടുത്തെ വൈ കോർഡിനേറ്റ് എന്തിനാ വരിക? 2 എന്ന് തന്നെയല്ലേ വരിക, അല്ലേ? കാരണം എന്താണ്? എക്സ് ആക്സിസിലാണ്. എക്സ് ആക്സിസില് വൈ ആക്സിസ് മാറില്ല. എക്സ് ആക്സിസില് വൈ ആക്സിസ് മാറില്ല, കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കും. അതേപോലെ തന്നെ വൈ ആക്സിസില് എക്സ് ആക്സിസ് മാറില്ല. എക്സ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കും. വൈ ആക്സിസില് എക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും, എക്സ് ആക്സിസില് വൈ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ബിയിലത്തെ വൈ കോർഡിനേറ്റ് നമുക്ക് കിട്ടി 2 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ആക്സിസ് എന്താ വരിക? ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 3 ആണ്, ഇവിടെ 7 ആണ്. ഓ, ഈ എക്സ് ആക്സിസ്, അതായത് ഇവിടെ സി നിൽക്കുന്ന എക്സ് ആക്സിസ് എന്ന് പറയുന്നത്, ഇവിടെ ബി നിൽക്കുന്ന എക്സ് ആക്സിസ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയല്ലേ? ഒരേ ഒരേ ആക്സിസിൽ തന്നെയല്ലേ സിയും ബിയും നിൽക്കുന്നത്? ഒരേ എക്സ് ആക്സിസിൽ തന്നെയല്ലേ സിയും ബിയും നിൽക്കുന്നത്? എന്താണ് ബിയുടെ എക്സ് ആക്സിസ് വരിക? 7. മനസ്സിലാകുന്നുണ്ടോ? അതേപോലെ
ഇവിടെ ഡിന്റെ എക്സ് ആക്സിസും വൈ ആക്സിസും എന്താ വരിക? ഡിന്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എ എവിടെയാണ് നിൽക്കുന്നത് അതിന്റെ എക്സ് ആക്സിസ് ആണ് ഡിന്റെ വരിക. അപ്പൊ ഡിന്റെ എക്സ് ആക്സിസ് 3. ഇനി വൈ ആക്സിസ് മാറ്റം ഉണ്ടാവില്ലേ? ആ, ഡി നിൽക്കുന്നതിന്റെ വൈ ആക്സിസ് അല്ലേ ഡിക്ക് കിട്ടുക? 3, 5. ഡിന്റെ എക്സ് ആക്സിസും വൈ ആക്സിസും എന്ന് പറഞ്ഞാൽ 3, 5 ആണ് കോർഡിനേറ്റ്. നമുക്ക് ബിന്റെയും ഡിന്റെയും കോർഡിനേറ്റ് കിട്ടിയല്ലോ. ഡിന്റെ കോർഡിനേറ്റ് 7, 2ഉം ഡിന്റെ കോർഡിനേറ്റ് 3ഉം 5ഉം. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇവിടെ ഇനി എങ്ങനെയാണ് കോർഡിനേറ്റ്സ് ബിഹേവ് ചെയ്യുക, എങ്ങനെയാണ് കോർഡിനേറ്റ്സ് പെരുമാറുക? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂവിങ് ഹൊറിസോണ്ടലി. ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് എക്സ് ആക്സിസ്. ഈ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട്, പാരലൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ, ഇതിന് പാരലൽ ആയിട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ, ഇങ്ങനെ പാരലൽ ആയിട്ട് സഞ്ചരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എക്സിന്റെ വാല്യൂ മാത്രമല്ലേ മാറുക. ഇവിടെ 1, 2, 3, 4. അപ്പൊ എക്സിന്റെ വാല്യൂസ് ഇങ്ങനെ മാറും ഓരോ പോയിന്റിനനുസരിച്ച്. ഇവിടെ എക്സ് ആക്സിസിൽ പോയിന്റ് മാറും. ഇത് 2 എന്നാവും, ഇത് 3 എന്നാവും, ഇവിടെ 4 എന്നാവും, അല്ലേ? പക്ഷെ എന്താ മാറാത്തത്? ഇവിടെ ഇപ്പൊ y 1 ആ നിൽക്കുക. y 1 ആണെങ്കിൽ ഇവിടെ 1 1 എന്ന് വരും, ഇവിടെ 2 1 എന്ന് വരും, ഇവിടെ 3 1 എന്ന് വരും, ഇവിടെ 4 1 എന്ന് വരും, അല്ലേ? ഇവിടെ എന്തും മാറ്റം വരുന്നില്ല, y കോർഡിനേറ്റിന് മാറ്റം വരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് y കോർഡിനേറ്റ് സ്റ്റേസ് ദ സെയിം, അല്ലേ? എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻസില് y കോർഡിനേറ്റിന് മാറ്റം ഉണ്ടാവില്ല. ഇതിനെന്തിന് മാത്രം മാറ്റം ഉണ്ടാവുള്ളൂ? എക്സ് ആക്സിസ് മാത്രമാണെങ്കിൽ ചേഞ്ച് ചെയ്യുക. മനസ്സിലായല്ലോ? ഇനി മൂവിങ് വെർട്ടിക്കലി. വെർട്ടിക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്? താഴോട്ടില്ലെങ്കിൽ മുകളിലോട്ട് പോകുന്നതിനെയാണ്. അപ്പോൾ ഓൺലി ചേഞ്ചസ് ദ y കോർഡിനേറ്റ്. വെർട്ടിക്കലി എന്ന് പറയുമ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ എന്ത് മാത്രമാണ് മാറുക? y കോർഡിനേറ്റ്, അല്ലെ? ഇത് 1 ആവാം, ഇത് 2 ആവാം, ഇത് 3 ആവാം, ഇത് 4 ആവാം, അല്ലെ? അപ്പൊ y കോർഡിനേറ്റ് ചേഞ്ച് ആവാം. പക്ഷെ ഒരൊറ്റ ആക്സിസിന്റെ മേലല്ലേ നിൽക്കുന്നേ. ഇവിടെ 2 എന്നാണ് ആക്സിസ് എങ്കിൽ ഈ എക്സ് കോർഡിനേറ്റിന്റെ അത് മാറുന്നില്ലല്ലോ. എക്സ് കോർഡിനേറ്റ് സെയിം അല്ലേ വരിക. ഇവിടുത്തെ ആക്സിസ് എന്താ വരിക? 2, 1, പിന്നെ 2, 2, ഇവിടെ 2, 3, ഇവിടെ 2, 4. ആദ്യം 2 എന്ന് എഴുതാൻ കാരണം എന്താ? എക്സ് ആക്സിസ് ആണ് ആദ്യം എഴുതേണ്ടത്, രണ്ടാമതാണ് y ആക്സിസ് എഴുതേണ്ടത്. വെർട്ടിക്കലി നീങ്ങുമ്പോൾ y കോർഡിനേറ്റ് ചേഞ്ച് ആവും, എക്സ് കോർഡിനേറ്റ് സെയിം ആവും. ഇനി പാരലൽ ആയിട്ടാണ്, എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടാണ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടാണ് നീങ്ങുന്നതെങ്കിലോ എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യും, y കോർഡിനേറ്റ് സെയിം ആയിട്ട് നിലനിൽക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനിയിപ്പോ നിങ്ങളോട് യോടാണ്. ഇനി നിങ്ങൾ ഈ ഒരു ചോദ്യം എങ്ങനെ ചെയ്യും? ഇതാണ് ചോദ്യം. A rectangle has opposite vertices at 2, 3 and 7, 1. What are the coordinates of the other two vertices? മറ്റ് രണ്ട് വെർട്ടിസസ് എന്തായിരിക്കുമെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. എന്താണ്? 1 corner shares an x value with 2, 3 and a y value with 7, 1. ഒരു കോർണർ എക്സ് വാല്യൂവിനോട് ഷെയർ ചെയ്യുന്നുണ്ട് 2, 3, പിന്നെ y വാല്യൂവിനോട് ഷെയർ ചെയ്യുന്നുണ്ട് 7, 1. കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ. അപ്പോ ഇവിടെ തന്നിരിക്കുന്ന ഒരു കോർണർ എന്ന് പറയുമ്പോൾ എന്താണ്? 2, 3 ആണ്, മറ്റേ കോർണർ 7, 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോർഡിനേറ്റ് ഇവിടെ എന്ത് വരിക? ഇവിടെ എക്സ് ആക്സിസ് മാറും, പക്ഷെ എന്ത് മാറില്ല? y ആക്സിസ് മാറില്ല. എന്ത് എഴുതാം? 3 എന്ന് എഴുതിക്കോടെ. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഇവിടെ എന്താണ്? ഇവിടെ എക്സ് ആക്സിസ് 7 ആണ്. ഇവിടെ 7 ആണെങ്കിൽ ഇവിടെയും 7 തന്നെ വരേണ്ടത്, അല്ലെ? ഇവിടെയും 7 തന്നെ. y കോർഡിനേറ്റ് 3 ആണെന്ന് കിട്ടി, എക്സ് കോർഡിനേറ്റ് 7. ഇനി ഇവിടെ എന്താണ് വരിക? ഇവിടെ എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ആവുന്നുണ്ടോ? ഇല്ല. y ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ആവില്ല. ഇവിടെ 2 എന്ന് എഴുതി. ഇനി ഈ ഒരു ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിനോട് പാരലൽ അല്ലേ?
ആക്സിസിനോട് പാരലൽ ആണെങ്കിൽ വൈ ആക്സിസ് ചേഞ്ച് ആവില്ലല്ലോ. അപ്പൊ വൈ ആക്സിസ് ചേഞ്ച് ആവാത്തതുകൊണ്ട് ഇത് എന്ത് വന്നു, y കോർഡിനേറ്റ് 1 ആകുന്നു. ഇവിടെ 2,1 മറ്റേത് 7,3 എന്നാണ് കിട്ടുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ശരിയാണെന്ന് നോക്കാം. 2173 എന്നാണ് കിട്ടിയത്. അപ്പൊ ശരിയാണ്, 2173 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് when can't we form a rectangle? എപ്പോഴാണ് നമുക്കൊരു റെക്ടാങ്കിൾ ഉണ്ടാക്കാൻ പറ്റാത്തത്? എപ്പോഴാണ്? if the opposite vertices form a purely horizontal or vertical line, we can't make a rectangle with sides parallel to the axis. ഓക്കെ, ഓപ്പോസിറ്റ് വെർട്ടിസസ് എന്ന് പറയുന്നത് ഫോം എ പ്യുവർലി ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ലൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? we can't make a rectangle with sides parallel to the axis. അപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? അതായത് നമുക്ക് ഒരു ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ എന്താണ്, ഓപ്പോസിറ്റ് വെർട്ടിസസ് എന്തായിരിക്കണം? പ്യുവർലി ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ലൈൻ ആവാൻ പാടില്ല. ഇങ്ങനെ പ്യുവർലി ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ലൈൻ ആവുകയാണെങ്കിൽ നമുക്ക് റെക്ടാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് 4,1 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് തന്നത്, 4,1 പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 4,6. അതായത് എവിടെയായിട്ട് വരാം? 4 എന്ന് പറയുന്നത് എക്സ് ആക്സിസ് അല്ലെ, ഇതിന്റെ മുകളിലായിട്ടല്ലേ വരിക. വൈ ആക്സിസ് കൂടി 6 ആയിട്ട് മാറി. ഇങ്ങനത്തെ ഒരു ലൈൻ തന്നു, 4,1ഉം 4,6ഉം. ഈ രണ്ട് പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഈ പോയിന്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് റെക്ടാങ്കിൾ വരയ്ക്കാൻ പറ്റും. റെക്ടാങ്കിൾ വരയ്ക്കാൻ പറ്റും, പക്ഷെ എങ്ങനെ വരയ്ക്കാൻ പറ്റില്ല? ആക്സിസിനോട് പാരലൽ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. അപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ മാത്രമാണ്? വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു വര മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു വരയോ പോയിന്റ് നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല, കാരണം നമുക്ക് വേറൊരു പോയിന്റ് അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടൊരു റെക്ടാങ്കിൾ വരയ്ക്കാൻ പറ്റാത്ത കാരണം ഒരു വെർട്ടിക്കൽ ലൈൻ മാത്രമല്ല നമുക്ക് കിട്ടിയത്. ഒരു വെർട്ടിക്കൽ ലൈൻ മാത്രം കിട്ടിയോണ്ട് നമുക്ക് ഒരു റെക്ടാങ്കിൾ വരയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് വേറൊരു പോയിന്റ് 3,2,7,2 എന്ന് കിട്ടിയെന്നൊക്കെയാ. 3,2 ഇവിടുത്തെ ഒരു പോയിന്റ് 7,2. ഓക്കെ, 3 എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്, 7 എന്ന് പറയുന്നത് എക്സ് ആക്സിസ്, 2 എന്ന് പറയുന്നത് വൈ ആക്സിസിന് മാറ്റില്ല. അതെന്ത് ലൈനാ? ഹൊറിസോണ്ടൽ ലൈനാണ്. ഇങ്ങനെ രണ്ട് പോയിന്റും ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ടാണ് തരുന്നതെങ്കിൽ നമുക്കൊരു റെക്ടാങ്കിള് ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. ആക്സിസിന് പാരലൽ ആയിട്ട് നമുക്കൊരു റെക്ടാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് നമുക്ക് ഓപ്പോസിറ്റ് പോയിന്റ്സ് ആണ് തന്നെങ്കിലോ നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ? ഈ പോയിന്റിന് താഴോട്ട് വരിക, ഈ പോയിന്റിന് ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങോട്ട് വരിക, അതേപോലെ തന്നെ ഈ പോയിന്റിന് വെർട്ടിക്കൽ ആയിട്ട് മുകളിലോട്ട്, ഈ പോയിന്റിന് ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങോട്ട്. അങ്ങനെയാവുമ്പോൾ നമുക്ക് ആക്സിസിന് പാരലൽ ആയിട്ട് നമുക്ക് 4 പോയിന്റ്സും കിട്ടും റെക്ടാങ്കിൾ വരയ്ക്കാനായിട്ട്. അതേ സ്ഥാനത്ത് 2 പോയിന്റ്സ് ഹൊറിസോണ്ടൽ ലൈൻ മാത്രമായിട്ട് മാറി റെക്ടാങ്കിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല. പിന്നെ 2 പോയിന്റ്സ് തരികയാണ്, അത് വെർട്ടിക്കൽ ലൈൻ ആവുകയാണെങ്കിൽ വെർട്ടിക്കൽ ലൈൻ മാത്രമായാൽ നമുക്ക് ആക്സിസിന് പാരലൽ ആയിട്ട് റെക്ടാങ്കിൾ വരയ്ക്കാൻ പറ്റും. അതാണ് ഇതിൽ പറയുന്നത്. എന്താണ് പറയുന്നത്? Why can't we form a triangle? Why can't we form a rectangle if the opposite vertices form a purely horizontal or vertical line? പ്യുവർലി ഹൊറിസോണ്ടലോ അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻ ആണ് ഉണ്ടാകുന്നതെങ്കിൽ we can't make a rectangle with the sides parallel to the axis. ആക്സിസിന് പാരലൽ ആയിട്ട് നമുക്കൊരു റെക്ടാങ്കിൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോ ഗിവൺ ഓപ്പോസിറ്റ് വെർട്ടിസസ്, നമുക്ക് തന്നിരിക്കുന്ന ഓപ്പോസിറ്റ് വെർട്ടിസസ് എങ്ങനെയായിരിക്കണം? x1 y1 ആൻഡ് x2 y2 എന്നായിരിക്കണം തരേണ്ടത്. അപ്പോ മസ്റ്റ് ഹാവ് ഡിഫറെന്റ് x കോർഡിനേറ്റ്സ് ആൻഡ് ഡിഫറെന്റ് y കോർഡിനേറ്റ്. ഈ x1ഉം x2 എന്ന് പറയുന്നതും ഈക്വൽ ആവാൻ പാടില്ല,
y1ഉം y2ഉം എന്ന് പറയുന്നത് ഈക്വൽ ആവാൻ പാടില്ല. ഇങ്ങനെയാണെങ്കിൽ x1 x2 ഈക്വൽ അല്ല, y1 y2 ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കൊരു റെക്ടാങ്കിൾ വരയ്ക്കാൻ പറ്റും. അഥവാ ഈക്വൽ ആണെങ്കിലും ഏതെങ്കിലും ഒന്ന് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ റെക്ടാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ. ഇനി ഒരു ലെങ്ത് തന്നു കഴിഞ്ഞാൽ ഒരു സൈഡിന്റെ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? സബ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഒരു ഹൊറിസോണ്ടൽ സൈഡാണ് നമുക്ക് തന്നെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസ് ചെയ്യാം. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ട്രാക്ഷൻ. ഹൊറിസോണ്ടൽ സൈഡാണ് തന്നെങ്കിൽ നമുക്ക് ആ സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സ് കോർഡിനേറ്റിനെ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇനി വെർട്ടിക്കൽ സൈഡ് എന്താണ്? രണ്ടാമത്തെ റൂൾ എന്താണ്? വെർട്ടിക്കൽ സൈഡ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വൈ കോർഡിനേറ്റിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. വൈ കോർഡിനേറ്റ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. വെർട്ടിസസ് ഏതൊക്കെയാ? 3 2 7 2 7 5 3 5 എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. അതിന്റെ ഹൊറിസോണ്ടൽ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ 7 2ഉം 3 2 എന്ന് പറയുന്നതാണ് എന്ത്? ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത്. ഇവിടെ വൈ ആക്സിസിന് മാറ്റില്ല. ഓക്കെ. 7 2ഉം 3 2 ആണ് ഹൊറിസോണ്ടൽ സൈഡ് എന്ന് പറയുന്നത്. ആ സൈഡ് എത്രയായിരിക്കും? ഏറ്റവും വലുത് എക്സ് കോർഡിനേറ്റിൽ ഏറ്റവും വലുത് ഏതാണ്? ഇതില് 7ൽ നിന്ന് എന്ത് കുറയ്ക്കാം? 3 കുറയ്ക്കാം. 7 - 3 എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. അപ്പൊ ഹൊറിസോണ്ടൽ ലെങ്ത് എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് കിട്ടിയില്ല. വൈ ആക്സിസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഹൊറിസോണ്ടൽ സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസ്. ഈ വെർട്ടിക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ വൈ കോർഡിനേറ്റിന്റെ ഡിഫറൻസ് ആണ് കാണേണ്ടത്. അപ്പൊ വൈ കോർഡിനേറ്റിന്റെ ഡിഫറൻസ് കാണുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഏതാ വൈ കോർഡിനേറ്റ് വരുന്നത്? 7 to 7 5 എടുക്കുകയാണെങ്കിൽ 7 to 7 5 എടുക്കാം, 3 to 3 5 എടുക്കാം, അല്ലെങ്കിൽ 7 to 7 5 എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? വൈ കോർഡിനേറ്റ് ഏറ്റവും വലിയ വൈ കോർഡിനേറ്റ് 5 -2 എന്ത് കിട്ടും? വെർട്ടിക്കൽ ലെങ്ത് 3 ആണെന്ന് കിട്ടി. മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനി ലെങ്ത്തിന്റെ സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. അപ്പൊ ടു എൻഷുർ ലെങ്ത് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പൊ നേരത്തെ തന്നിരിക്കുന്ന ലെങ്ത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാല്ലേ. 7 - 3 എന്നും ചെയ്യാൻ പറ്റുമായിരുന്നു, 3 - 7 എന്നും ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ 3 - 7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് നമ്പർ കിട്ടുക. അപ്പൊ ആ നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ടു എൻഷുർ ലെങ്ത് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ലെങ്ത് എപ്പോഴും പോസിറ്റീവ് അല്ലാവുക, നെഗറ്റീവ് വരില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കും? അബ്സല്യൂട്ട് വാല്യൂ ഉപയോഗിക്കും. അതായത് അബ്സല്യൂട്ട് വാല്യൂവിന്റെ ഉള്ളില് ഏതൊരു നമ്പർ തമ്മിൽ മൈനസ് ചെയ്താലും പുറത്ത് എഴുതേണ്ടത് എന്താണ്? ഔട്ട്പുട്ടിൽ എഴുതേണ്ടത് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള നമ്പറാണ്. നെഗറ്റീവ് എഴുതാൻ പാടില്ല. ലെങ്ത് ഓഫ് ഹൊറിസോണ്ടൽ സൈഡിന്റെ ലെങ്ത്തിന്റെ ഫോർമുല എന്താണ്? ഇത് എഴുതിയെടുക്കുക. മോഡുലസ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x1 - x2. ഇനി ലെങ്ത് ഓഫ് വെർട്ടിക്കൽ സൈഡ്സിന്റെ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് y1 - y2. ഇനി ഒരു എക്സാമ്പിൾ നോക്കിയാലോ. വെർട്ടിസസ് തന്നിട്ടുണ്ട് -1 3. -1 3 തന്നിട്ടുണ്ട്, 5 -2 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ രണ്ട് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹൊറിസോണ്ടൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. -1 3 ഒരു കോർഡിനേറ്റ്, പിന്നെ തന്നിരിക്കുന്നത് 5 -2. ഇതാണ് രണ്ട് കോർഡിനേറ്റ്സ് തന്നിരിക്കുന്നത്. ഹൊറിസോണ്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫോർമുല എന്താ? മോഡ് ഓഫ് x1 - x2. എന്റെ ഒപ്പം എഴുതി പോകാട്ടോ. മോഡുലസ് ഓഫ് x1 - x2 ആണ് എന്ത്? ഹൊറിസോണ്ടൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോ x1 എന്താണ്? x1 എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് x1 ആയിട്ട് ഞാൻ എടുക്കുന്നത്. ഇത് x2. ആദ്യം വരുന്നതല്ലേ x ആയിട്ട് എടുക്കാം.
ഇത് x1 ആയിട്ട് എടുത്തു. -1 -5 ഇനിയല്ലേ വരിക. x1 എന്ന് പറയുന്നത് -1 പിന്നെ -x2 എത്രയാണ് 5. -1 -5 എന്താ വരിക, ഒരേ സൈൻ ആണ് വരുന്നതെങ്കിൽ അതെന്ത് ചെയ്യും, ആഡ് ചെയ്യും. -1 -5 എന്ന് പറഞ്ഞാൽ -6 എന്നാണ് കിട്ടുക. അപ്പം മോഡുലസ് ഓഫ് -6 എന്ന് കിട്ടും. മോഡുലസ് ഓഫ് -6 ഈ മോഡിന്റെ ഉള്ളില് ഈ രണ്ട് വരേന്റെ ഉള്ളില് ഈ രണ്ട് വര എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് വരേന്റെ ഉള്ളിൽ ഏതൊരു നെഗറ്റീവ് നമ്പർ വന്നാലും പോസിറ്റീവ് നമ്പർ വന്നാലും പുറത്തേക്ക് വരുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിട്ടാണ് വരിക. ഇവിടെ എന്ത് വരും, 6 എന്ന് വരും. 6 യൂണിറ്റ്സ് എന്ന് നമുക്ക് എഴുതാം. 6 യൂണിറ്റ്സ് ആണ് എന്ത്, ഹൊറിസോണ്ടൽ ലെങ്ത്. ഈ വെർട്ടിക്കൽ ലെങ്ത് എന്താണ് ഫോർമുല, മോഡുലസ് ഓഫ് y1 മൈനസ് y2. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, y1 എന്ന് പറയുന്നത് ഞാൻ 3 ആയിട്ട് എടുത്തു, -2 എന്ന് പറയുന്നത് y2 ആയിട്ട് എടുത്തു. 3 മൈനസ് -2 3 മൈനസ് -2 മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്, പ്ലസ് ആണ്. മോഡുലസ് അവിടെ തന്നെയുണ്ട്. 3 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2 എന്ന് വരും. 3 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5. മോഡ് 5 എന്ന് പറഞ്ഞാൽ 5 തന്നെ. 5 യൂണിറ്റ്സ്. മോഡുലസിന്റെ ഉള്ളിൽ ഏത് നമ്പർ ഇട്ടാലും പുറത്തേക്ക് വരേണ്ടത് എന്തായിട്ട് വേണം, പോസിറ്റീവ് ആണ്. അങ്ങനെ നമുക്ക് രണ്ട് പോയിന്റ്സ് തന്നിരിക്കാം. നമ്മൾ നേരത്തെ പഠിച്ചു ഹൊറിസോണ്ടൽ ലെങ്ത്തും വെർട്ടിക്കൽ ലെങ്ത്തും കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി ഡയഗണൽ ആയിട്ട് ഒരു ലെങ്ത് തന്നാലും, അതായത് ഇത് x1 y1 എന്ന് തന്നു, ഈ ഒരു കോർഡിനേറ്റ് x1 y1 എന്ന് തന്നു. ഓക്കെ, ഇനി അടുത്ത കോർഡിനേറ്റ് എന്ത് തന്നു, x2 y2 എന്ന് തന്നു വെക്കാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോർഡിനേറ്റ്സ് തമ്മിലുള്ള ലെങ്ത് ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്, ഒരു ഇമാജിനറി റെക്ടാങ്കിള് മനസ്സിലാക്കുക. ഇമാജിനറി റെക്ടാങ്കിൾ ഇങ്ങനെയല്ലേ വരിക, ഇമാജിനറി റെക്ടാങ്കിൾ. ഒരു ഇമാജിനറി റെക്ടാങ്കിൾ ആലോചിച്ചല്ലോ. ഓക്കെ, ഇമാജിനറി റെക്ടാങ്കിൾ പറഞ്ഞു. അപ്പൊ ഈ ഒരു സൈഡിന്റെ ലെങ്ത് എന്താ വരിക, ഈ ഒരു ഹൊറിസോണ്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ തന്നെയാ വരിക, ഇവിടെ x2 തന്നെയല്ലേ വരിക. പിന്നെ ഇവിടെ എന്താ വരിക, y1 x2 y1 എന്ന് വരും. പിന്നെ ഈ പോയിന്റ് എന്താ വരിക, x1 എന്ന് വരും, കാരണം x ആക്സിസിന് മാറ്റില്ല. പിന്നെ ഇവിടെ എന്താ വരിക, y2 എന്ന് വരും. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ ലെങ്ത് എന്താ വരിക, ഹൊറിസോണ്ടൽ ലെങ്ത്തിന്റെ ഫോർമുല എന്താണ്, മോഡ് x1 മൈനസ് x2 എന്നാണ്. ഈ വെർട്ടിക്കൽ ലെങ്ത്തിന്റെ ഫോർമുല എന്താണ്, മോഡ് y1 മൈനസ് y2 എന്നാണ് വെർട്ടിക്കൽ ലെങ്ത്തിന്റെ ഫോർമുല. ഓക്കെ, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇപ്പൊ ഒരു ട്രയാങ്കിൾ ആയിട്ട് മാറിയില്ലേ, റെക്ടാങ്കിളിന്റെ ഒരു ഡയഗണൽ അല്ലേ ഇത്. ഈ ഒരു ഡയഗണൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ, ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. ഈ ഒരു സൈഡിന്റെ ലെങ്ത് എന്താ വരിക, a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ഈക്വൽ ടു c സ്ക്വയർ. പൈത്തഗോറസ് തിയറം ഓർമ്മയുണ്ടോ, a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ഈക്വൽ ടു c സ്ക്വയർ. ഈ ഒരു ഫോർമുല വെച്ച് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്താ വരിക, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ വരിക, a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. എന്താണ് a സ്ക്വയർ, a സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ബേസിന്റെ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആയിട്ട് a സ്ക്വയറിന് എടുത്തു. ഇതാണ് a നിൽക്കുക, ഈ ഒരു സൈഡാണ് a. b എന്ന് പറയുന്നത് ബേസ്, താഴത്തെയാണ് b എന്ന് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ വേണ്ട, അടിയിലത്തെ a ആയിട്ട് എടുക്കുന്നു. എങ്ങനെ എടുത്താലും ഉത്തരം തന്നെയാണ് വരിക, പക്ഷെ x1 x2 ആദ്യം വരാനായിട്ട് a താഴത്തത് എടുക്കുന്നു, b വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ എടുക്കുന്നു. വെർട്ടിക്കൽ ആയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ് b യും
ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറയുന്നത് എ ആയിട്ട് എടുത്തു. അപ്പോൾ എ എന്ന് പറയുന്ന സൈഡ് മോഡുലസ് ഓഫ് x1 മൈനസ് x2 അല്ലേ? മോഡുലസ് ഓഫ് x1 മൈനസ് x2 ഇതിന്റെ സ്ക്വയർ ആണല്ലോ, എ സ്ക്വയർ അല്ലേ? മോഡുലസ് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? വെർട്ടിക്കൽ ആയിട്ടുള്ള ഹൈറ്റ്. വെർട്ടിക്കൽ ആയിട്ടുള്ള ഹൈറ്റ് എത്രയാണ്? മോഡുലസ് ഓഫ് y1 മൈനസ് y2. മോഡുലസ് ഓഫ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. ഈ രണ്ട് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ക്ലിയർ ആണല്ലോ? ഡിസ്റ്റൻസ് എന്താണ്? ഡയഗണൽ ആയിട്ട് തന്നിരിക്കുന്ന ഒരു കോർഡിനേറ്റിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഇതാണ് ഡിസ്റ്റൻസ് സ്ക്വയർ ആണ് കിട്ടുക. ഡിസ്റ്റൻസ് സ്ക്വയർ. ഇനി നമുക്ക് ഡിസ്റ്റൻസ് മാത്രമല്ലേ വേണ്ടൂ, ഡിസ്റ്റൻസ് സ്ക്വയർ ആവശ്യമില്ലല്ലോ. അപ്പൊ ഡിസ്റ്റൻസ് മാത്രമാണ് വേണ്ടത്. ഡിസ്റ്റൻസ് മാത്രം വേണ്ടപ്പോ എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് അല്ലെ? റൂട്ട് ഓഫ് പിന്നെ ഇതെന്തൊക്കെയാണോ അതൊക്കെ താഴെ എഴുതാം. മോഡുലസ് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. ഇതൊപ്പം എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഫൈനൽ ആയിട്ട് ഡിസ്റ്റൻസിന്റെ ഫോർമുല എങ്ങനെ എഴുതാം? നമുക്ക് റൂട്ട് എടുത്ത കാരണം നമുക്ക് മോഡിന്റെ ആവശ്യമില്ല. മോഡിന്റെ ആവശ്യം എന്തായിരുന്നു? അത് ഡിസ്റ്റൻസ് ആ ലെങ്തിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ മോഡ് ഉപയോഗിച്ചത്. മോഡിന്റെ ആവശ്യം ഇനി ഇല്ല. കാരണം എന്താ? നമ്മൾ റൂട്ട് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ റൂട്ടിന്റെ ഉള്ളിൽ എന്ത് നമ്പർ വന്നാലും പോസിറ്റീവ് ആയിട്ട് വരും. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ റൂട്ട് വന്നതുകൊണ്ട് മോഡിന്റെ ആവശ്യമില്ല. ആ മോഡിനെ കളയാം. എന്ത് മാത്രം എഴുതാം? റൂട്ട് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഇതാണ് എന്ത്? ഡിസ്റ്റൻസിന്റെ ഫോർമുല. ഏതൊരു എക്സ് കോർഡിനേറ്റും ഏതൊരു രണ്ട് കോർഡിനേറ്റ് തന്നാലും അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യം തരാം. എന്താണ് ചോദ്യം തരുന്നത്? 2, 5, 6, 6 എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് തന്നു. 2, 5, 6, 6 എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് x1 എന്താണ്? 2 ഇതാണ് x1. 6 ആണ് എന്ത്? x2. 2 മൈനസ് 6 ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ് വരിക? y1 മൈനസ് y2. y1 എന്താണ്? 5. y1 5, y2 എന്താണ്? 6. ഓക്കെ, 5 മൈനസ് 6 ഹോൾ സ്ക്വയർ. 2 മൈനസ് 6 എന്താ വരിക? 2 മൈനസ് 6 അല്ലെങ്കിൽ 6 മൈനസ് 2 എത്ര വരിക? 2 മൈനസ് 6 വന്നു കഴിഞ്ഞാൽ -4. -4 അല്ലെങ്കിൽ 4. -4 അല്ലെങ്കിൽ 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? -4ന്റെ സ്ക്വയറും 4ന്റെ സ്ക്വയർ എന്താണ്? 16 എന്നാണ് കിട്ടുക. റൂട്ട് ഓഫ് 2 മൈനസ് 6 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. 4 into 4 16 പ്ലസ് 5 മൈനസ് 6. 5 മൈനസ് 6 അല്ലെങ്കിൽ 6 മൈനസ് 5 എടുക്കാം. 6 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 1. 1ന്റെ സ്ക്വയർ 1 തന്നെ. എന്ത് കിട്ടും നമുക്ക് ഡിസ്റ്റൻസ്? 16 പ്ലസ് 1 17. റൂട്ട് 17 ആണ് എന്ത്? ഈ രണ്ട് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഏത് രണ്ട് കോർഡിനേറ്റ് തമ്മിലുള്ള? 2, 5ഉം 6, 6 എന്നും പറയുന്ന കോർഡിനേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? റൂട്ട് 17. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഏതൊരു xy എന്ന് പറഞ്ഞൊരു പോയിന്റും ഏതൊരു xy എന്ന് പറഞ്ഞ പോയിന്റ് ഒറിജിനിൽ നിന്ന് എത്ര ദൂരെയാണ്? അതെങ്ങനെയാ കണ്ടുപിടിക്കാം? ഇവിടെയാണ് xy. ഒറിജിൻ എന്ന് പറയുന്നത് 0, 0. ഈ രണ്ട് പോയിന്റ് ഡിസ്റ്റൻസിന്റെ ഫോർമുല എന്തായിരുന്നു? ഡിസ്റ്റൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് x2.
x1 എന്തായിട്ട് എടുക്കുന്നു? x1 ഞാൻ x ആയിട്ട് എടുക്കുന്നു. x2 എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കുന്നു. x മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് y1 എന്ന് പറയുന്നത് y ആയിട്ട് എടുക്കുന്നു. y2 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുന്നു? 0 ആയിട്ട് എടുക്കുന്നു. y മൈനസ് 0 ഹോൾ സ്ക്വയർ എന്താ കിട്ടുക? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഒറിജിനിൽ നിന്ന് ഏതൊരു എക്സ് വൈ പോയിന്റ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുത്താലും അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഒറിജിനിൽ നിന്നുള്ള ദൂരാണ് നോക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്തപ്പോൾ നമ്മൾ 0 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇപ്പൊ കാണാനുണ്ടല്ലോ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്ന് എന്ന് പറയുന്നത് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോബ്ലം വെച്ചിട്ട്, ഈ ഒരു നേരത്തെ പറഞ്ഞത് വെച്ചിട്ട് -2 ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അപ്പോൾ ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസിന്റെ ഫോർമുല എന്താ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താ? -2. -2 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത്. -2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്ക്വയർ 4 പ്ലസ് 1 സ്ക്വയർ 1. 4 പ്ലസ് 1 റൂട്ട് 5. റൂട്ട് 5 ആണ് എന്ത് വരിക? ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഏത് കോർഡിനേറ്റിന്റെ? -21 എന്ന് പറയുന്ന കോർഡിനേറ്റിന്റെ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് റൂട്ട് 5 ആണ് വരിക. ഓക്കെ, ഇനി എ ബി സി എന്ന് പറയുന്ന ഒരു 3 പോയിന്റ്സ് തന്നിരിക്കുക. ഈ 3 പോയിന്റ്സ് കൊളീനിയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊളീനിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ലൈനിൽ തന്നെയാണോ എന്നാണ് അർത്ഥം. കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിൽ തന്നെയാണ്. If the sum of the two shorter distance equal to the longest distance. Okay. 3 points A, B, C are collinear if the sum of two shorter distance equal to the longest distance. രണ്ട് ചെറിയ ഡിസ്റ്റൻസുകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഡിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയാ? കൊളീനിയർ എന്ന് പറയാം. ഇവിടെ ഇപ്പോ എ ബി സി എന്ന് പറയുന്ന ഒരു പോയിന്റ്സ് തന്നിരിക്കാം. ഇവിടെ രണ്ട് ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? എ ബിയും ബി സി ആണ് രണ്ട് ചെറിയ ഡിസ്റ്റൻസ് അല്ലെ? എ ബിയും ബി സിയും. ഏറ്റവും വലുത് ഏതാ? എ സി എന്ന് പറയുന്നത്. അപ്പോ രണ്ട് ചെറിയ ഡിസ്റ്റൻസ് തമ്മിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ? സം ചെയ്യണം എന്ന് പറഞ്ഞ. രണ്ട് ഡിസ്റ്റൻസ് തമ്മിൽ കൂട്ടി കഴിഞ്ഞ്, രണ്ട് ചെറിയ ഡിസ്റ്റൻസ് തമ്മിൽ കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടണം? വലിയ ഡിസ്റ്റൻസ് കിട്ടണം. അത് കിട്ടില്ലേ? ഇത് 2 ആണ്, ഇത് 3 ആണ്. 2 + 3 എന്താണ്? 5. എ സിയുടെ ഡിസ്റ്റൻസ് 5 തന്നെയല്ലേ വരിക? അപ്പോ കോർഡിനേറ്റിന്റെ കേസിലും സെയിം ആണ്. രണ്ട് ഷോർട്ടർ ഡിസ്റ്റൻസ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ആ 3 പോയിന്റ്സും കൊളീനിയർ ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കിയേ, -1 to B എന്ന് പറയുന്ന പോയിന്റ് 3, 5, 9, -3. ഇത് കൊളീനിയർ ആണോ എന്ന് ഇങ്ങനെ നോക്കാം. കൊളീനിയർ ആണോ നോക്കാൻ ആദ്യം എ ബി എത്രയാണെന്ന് അറിയണം അല്ലേ? എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി ആണെന്ന് നോക്കണം. എ ബിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ബി സിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, എന്നിട്ട് എ സിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എ ബിയുടെ ഡിസ്റ്റൻസ് എന്ത് വരിക? എയും ബി ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് വരിക? x1 root of x1 minus x2, x1 minus 1 minus x2 minus 3 whole square plus 2 minus 5 whole square. ഇതിന്റെ ഒപ്പം ചെയ്യാം
റൂട്ട് ഓഫ് ഈ ബി സി എ സി ഇപ്പൊ ഞാൻ മാറ്റിയിടാം. -1 -3 -1 -3 ഒരേ സൈൻ ആണെങ്കിൽ എന്താ ചെയ്യാ? ആഡ് ചെയ്യാം. രണ്ടും മൈനസ് ആയതുകൊണ്ട് -1 -3 എന്ന് പറഞ്ഞാൽ -4. -4ന്റെ സ്ക്വയർ എന്ന് പറയുന്നതും 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നതും ഈക്വലാണ്. -4ന്റെ സ്ക്വയർ എന്താ? 16. 4ന്റെ സ്ക്വയറും 16 തന്നെയാണ്. ഏതെങ്കിലും ഒരു ഇതിന്റെ സ്ക്വയർ എടുക്കാം. -4 അല്ലെങ്കിൽ 4ന്റെ സ്ക്വയർ 16. 4 സ്ക്വയർ 16 പ്ലസ് 2 - 5. 2 - 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. -3 അല്ലെങ്കിൽ -3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. 3 സ്ക്വയർ 9. 16 പ്ലസ് 9 എത്രയാണ്? 25. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 എന്നാണ് കിട്ടുക. 5 × 5 25 ആണ്. 5ന്റെ സ്ക്വയർ 25 ആണ്. അപ്പൊ 25ന്റെ റൂട്ട് എന്താ വരിക? 5 എന്ന് വരിക. എ ബി എന്താണ് കിട്ടി? 5 ആണ് കിട്ടി. ഈ ബി സി എത്രയാന്ന് നോക്കണ്ടേ? ബി സിയുടെ ഡിസ്റ്റൻസ് എത്രയാണ് വരിക? 3 5 9 -3 ആണ് കൊടുത്തിരിക്കുന്നത്. 3 5 ബിന്റെ എന്ന് പറയുന്നത് 9 -3 ആണ് കോർഡിനേറ്റ്. ഡിസ്റ്റൻസിന്റെ ഫോർമുല റൂട്ട് ഓഫ് x1 - x2 3 - 9 ഹോൾ സ്ക്വയർ പ്ലസ് 5 - -3. 5 - -3 എന്ന് പറയുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 5 + 3 ഹോൾ സ്ക്വയർ. 3 - 9 എന്താ വരിക? -6 അല്ലേ വരിക? റൂട്ട് ഓഫ് -6 ഹോൾ സ്ക്വയർ പ്ലസ് 5 + 3 എത്രയാണ്? 8. 8 സ്ക്വയർ -6 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? -6ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 6ന്റെ സ്ക്വയർ എന്താ വരിക? 36. 36 പ്ലസ് 8 സ്ക്വയർ. 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 8 × 8. 8 × 8 64. 36 പ്ലസ് 64 എത്രയാണ് വരിക? 36 പ്ലസ് 64 then 400. റൂട്ട് 100 എന്ന് വരും. റൂട്ട് 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. 10 സ്ക്വയർ അല്ലേ 100. 10 സ്ക്വയർ 100 ആണെങ്കിൽ റൂട്ട് 100 എന്ന് പറഞ്ഞാൽ 10 എന്ന് വരും. ഇനി എ സി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്ന കോർഡിനേറ്റ് എത്രയാണ്? -1 2 ആണ് എ എന്ന് പറയുന്ന കോർഡിനേറ്റ്. സി എന്ന് എൻ്റെ ഒപ്പം ചെയ്യാട്ടോ. സി എന്ന് പറയുന്ന കോർഡിനേറ്റ് എന്താണ്? 9 - 3 ആണ് വരിക. ഓക്കെ. എ സി എന്ന് പറയുന്നത് എത്ര വരും? ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്? x1 - x2 -1 - 9 ഹോൾ സ്ക്വയർ പ്ലസ് 2 - -3 ഹോൾ സ്ക്വയർ അല്ലേ? -1 - 9 എന്താ വരിക? -10 ഹോൾ സ്ക്വയർ പ്ലസ് 2 - -3. 2 - -3 എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2 + 3 5. 5 സ്ക്വയർ -10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 × 10 100 പ്ലസ് 5 സ്ക്വയർ. 5 സ്ക്വയർ എന്നാൽ 5 × 5 25. എന്ത് കിട്ടും? 100 + 25 റൂട്ട് 125 എന്ന് കിട്ടും. റൂട്ട് 125 എന്ന് പറഞ്ഞാൽ എത്രയും വരിക? ഏകദേശം അപ്രോക്സിമേറ്റ് ആണ് 11.18 എന്ന് പറയുന്ന കിട്ടും. ഓക്കെ. അപ്പൊ എ ബി എന്ന് പറയുന്നത് 5 എന്ന് കിട്ടി. ബി സി എന്ന് പറയുന്നത് എത്രയാണ്? 10 അല്ലെ? എ ബി എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത്? 5 എന്ന് കിട്ടി. എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 5, ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 10, എ സി എന്ന് പറയുന്നത് 11.18. എ ബി എത്രയാണ്? 5. 5 + 10 എത്ര കിട്ടുക? 15 എന്നല്ലേ കിട്ടുക? എ സി എന്താ കിട്ടേണ്ടിയിരുന്നത്? 15 ആയിരുന്നു കിട്ടേണ്ടത്. പക്ഷെ നമുക്ക് എന്താ കിട്ടിയത്? എ സി 11.18. 11.18 15 ഈക്വൽ അല്ലല്ലോ.
അതിന്റെ അർത്ഥം എന്താണ്? ഈ 3 പോയിന്റ്സ് കൊളീനിയർ അല്ല. അവരെന്തല്ല? കൊളീനിയർ അല്ല. കൊളീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ലൈനിൽ അല്ല എന്നാണ്. മനസ്സിലാക്കുന്നുണ്ടോ? ഇവിടെ നോക്കുക, ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. നമ്മൾ ഇപ്പൊ ചെയ്ത ആൻസർ. എ ബിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു 5, ബി സിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു 10, എ സിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു 11.18 എന്നാണ് കിട്ടുക. 5 + 10 എന്ന് പറയുന്നത് 11.18 ഈക്വൽ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? ദേ ആർ നോട്ട് കൊളീനിയർ. ഓക്കെ, കൊളീനിയർ ആവണമെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? കൊളീനിയർ ആവണമെങ്കിൽ എ ബിയും ബി സിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രം അത് കൊളീനിയർ ആവുകയുള്ളൂ. ഇനി നമുക്കൊരു പ്രാക്ടീസ് പ്രോബ്ലംസ്, 3 പ്രാക്ടീസ് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. എന്താണ്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ്. ഏതൊക്കെയാണ്? -2, 1ഉം 1 - 2ന്റെ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പൊ ഡിസ്റ്റൻസിന്റെ ഫോർമുല എന്താണ്? ഡിസ്റ്റൻസിന്റെ ഫോർമുല നമ്മൾ പഠിച്ചു. √x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ. ഇതിന്റെ ഒപ്പം എഴുതാട്ടോ ആൻസർ. x1 എന്ന് പറയുന്നത് എന്താ വരിക? -2 മൈനസ് x2 എന്ന് പറയുന്നത് എന്താ? 1. ഓക്കെ, -2 1 ഇതാണ് x1 x2 ആയിട്ട് വരിക. ഇതിന്റെ സ്ക്വയർ പ്ലസ് y1 എന്താ? 1, y2 എന്താ? -2. 1 മൈനസ് ഇവിടെ ഓൾറെഡി ഉള്ളതാണ്. പിന്നെന്താ വരുന്നത്? y2 -2. ഓക്കെ, അതിന്റെ സ്ക്വയർ -2 - 1 എത്ര വരിക? -2 - 1. രണ്ടും ഒരേ സൈൻ ആയതുകൊണ്ട് എന്താ ആഡ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? -3 എന്ന് കിട്ടും. -2 - 1 -3 ഹോൾ സ്ക്വയർ പ്ലസ് 1 - -2. മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ്. 1 + 2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. -3 അല്ലെങ്കിൽ 3 എന്ന് എടുക്കാം. 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്. 9 പ്ലസ് 1 + 2 സ്ക്വയർ. 1 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. 3ന്റെ സ്ക്വയർ പിന്നെ എത്രയാണ്? 9 തന്നെ. 9 + 9 √18. √18 ആണ് എന്ത് വരിക? ഈ രണ്ട് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √18. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ വിത്ത് വെർട്ടിസസ് അറ്റ് -3 1 0 0 1 -2 3 -2. ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സൈഡിലുള്ള ഒരു പോളിഗൺ. 4 സൈഡിലുള്ള ഒരു പോളിഗൺ. അതെന്തോ സ്ക്വയർ ആവാം, റെക്ടാങ്കിൾ ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പ് ആവാം. അപ്പൊ ഒരു ക്വാഡ്രിലാറ്ററൽ, 4 സൈഡുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ഈ 4 കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ ലെങ്ത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് 0 0 തന്നിട്ടുണ്ട്. 0 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് വരും. ഒറിജിനല്ലേ 0 0. ഇതൊരു പോയിന്റ് ആണ്. ഓക്കെ, 0 0 കഴിഞ്ഞു. പിന്നെ -3 1 -3 എന്ന് പറയുമ്പോ എന്താ? എക്സ് ആക്സിന്റെ ഈ ഒറിജിന്റെ ലെഫ്റ്റ് സൈഡ് അല്ലേ വരിക? ഈ ഒറിജിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത്. അതായത് ഇത് -1, ഇത് -2, ഇത് -3 എന്ന് വരും. -3 1. y ആക്സിസ് ആണ് 1. രണ്ടാമത് വന്നത് ഇത് 1. -3 1 എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഈ പോയിന്റ്. ഈ പോയിന്റ് വന്നിട്ട് പിന്നെന്താ? 1 -2. 1 ആണ് ആദ്യം. എന്ന് വെച്ചാൽ x 1 ആണ്. ഇത് 1 ആണെങ്കിൽ 1 -2. -2 എന്ന് പറയുമ്പോൾ എന്ത് വരും? താഴോട്ട് വരും. -1 -2. ഇവിടെയായിട്ടാ പോയിന്റ് വരിക. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ് പറയുന്നത്? -3 -2. -3 -2. -3ന്റെ അവിടെ തന്നെ, അതായത് -2ന്റെ അവിടെ ആയിട്ട് വരും. -3 ഇവിടെ, -3 ഇവിടെ, -2 എന്ന് പറയുന്നത് y ആക്സിസ്. എവിടെ വരും പോയിന്റ്?
ഈ ഭാഗത്തായിട്ട് വരും. നമുക്ക് 4 കുത്തുകൾ കിട്ടി. ഇവിടെ 1, 2, 3, 4 പോയിന്റ്സ് കിട്ടിയില്ലേ? ഇവ തമ്മിലൊന്ന് ജോയിൻ ചെയ്യിപ്പിച്ചാലോ? എങ്ങനെ വരും? ഇങ്ങനെ വരും. ഓക്കെ, -3 1 എന്ന് പറയുന്നത് ഇതാണ്. -3 1 എന്ന് പറയുന്നത് ഇതിനെ ഞാൻ എ ആയിട്ട് വിളിച്ചു. പിന്നെ ബി ആയിട്ട് ഞാൻ എന്ത് വിളിച്ചു? 0 0 എന്ന് പറയുന്നത് വിളിച്ചു. സി ആയിട്ട് ഇതിനെ വിളിച്ചു 1 -2നെ വിളിച്ചു. ഡിനെ ഞാൻ എന്ത് വിളിച്ചു? -3 -2നെ വിളിച്ചു. എ ഡി ആദ്യം കണ്ടുപിടിച്ചാൽ എത്രയാണ്? ഓരോ സൈഡ് എത്രയാന്ന് കണ്ടുപിടിക്കണ്ടേ? എ ഡി വെർട്ടിക്കൽ ലൈന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? വെർട്ടിക്കൽ ലൈന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല മോഡ് ഓഫ് y1 മൈനസ് y2 അല്ലേ? y1 എത്രയാണ്? 1 മൈനസ് -2 -2 എന്ന് പറഞ്ഞാൽ എത്ര വരും? +2. മോഡ് ഓഫ് 1 + 2 എന്ന് വരും. അപ്പൊ 1 + 2 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 3. കാണാല്ലേ? മോഡ് ഓഫ് 1 + 2 ഇതാണ് വെർട്ടിക്കൽ ലൈന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ലൈൻ. ഇനി അടുത്തത് നമുക്ക് ഹൊറിസോണ്ടൽ ലൈന് കണ്ടുപിടിക്കാം. ഹൊറിസോണ്ടൽ ലൈൻ ഏതാ വരുന്നത്? ഡി സി അല്ലേ ഹൊറിസോണ്ടൽ ലൈന് വരുന്നത്. കാരണം എന്താ? വൈ ആക്സിസിന് മാറ്റില്ല. വൈ ആക്സിസിന് മാറ്റില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് ഹൊറിസോണ്ടൽ ലൈനാണ്. എക്സ് ആക്സിസ് മാത്രം മാറ്റുള്ളൂ. ഡി സി എങ്ങനെ കണ്ടുപിടിക്കാം? ഹൊറിസോണ്ടൽ ലൈനിന്റെ ഫോർമുല എന്താ? x1 മോഡ് ഓഫ് x1 മൈനസ് x2. മോഡ് ഓഫ് x1 മൈനസ് x2 എന്താണ് വരിക? -3 -1. -3 -1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? മോഡ് ഓഫ് -4. മോഡ് ഓഫ് -4 എന്ന് പറഞ്ഞാൽ മോഡ് ഇട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് വരേണ്ട ആൻസർ പോസിറ്റീവ് ആയിട്ട് വരണം. 4 ആണ് ബി സി എന്ന് പറയുന്ന ലെങ്ത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി സിയും എ ബിയും മാത്രം. അപ്പോ ബി സി എന്താണ് വരിക? ബി സി എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അല്ലേ? ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയതുകൊണ്ട് എങ്ങനെയാണ് അതിന്റെ ഫോർമുല എന്താ? √(x² + y²). ഇതല്ലേ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസിന്റെ ഫോർമുല? x² + y². x². ഇവിടെ b 0 0 ആയതുകൊണ്ട് എന്താണ്? ഇവിടെ x എന്ന് പറയുന്നത് 1, y എന്ന് പറയുന്നത് -2. 1ന്റെയും -2ന്റെയും സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. 1² + -2 ഹോൾ സ്ക്വയർ. 1ന്റെ സ്ക്വയർ എന്താ വരിക? 1. -2ന്റെ സ്ക്വയർ 4. അപ്പോൾ √1 + 4 എന്ന് പറഞ്ഞാൽ 1 + 4 5. √5 എന്ന് ബി സിയുടേത് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ലാസ്റ്റ് ഒരെണ്ണം മാത്രം, എ ബിയുടെ ഡിസ്റ്റൻസ് ആണ്. എ ബിയുടെ ഡിസ്റ്റൻസ് എന്താ വരിക? ബി എന്ന് പറയുന്നത് എന്താണ്? 0 0 ആണ് അല്ലേ? അത് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് തന്നെയല്ലേ? ഏത് ഫോർമുല വെച്ച് ചെയ്യാം? √(x² + y² വെച്ച് ചെയ്യാം. √(x² + y² വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ വരിക? എ എന്ന് പറയുന്ന കോർഡിനേറ്റ് -3 1 ആണ് പറഞ്ഞത്. -3ന്റെ സ്ക്വയർ അതാണ് x². എന്ന് പറയുന്ന കോർഡിനേറ്റ് -3 1. ഒപ്പം എഴുതാം -3ന്റെ സ്ക്വയർ എന്താ? -3 ഹോൾ സ്ക്വയർ പ്ലസ് y² എന്ന് പറയുന്നത് 1². -3ന്റെ സ്ക്വയർ എന്താ വരിക? 3ന്റെ സ്ക്വയർ 9 പ്ലസ് 1ന്റെ സ്ക്വയർ 1. 9 + 1 എന്ന് പറഞ്ഞാൽ √10. നമുക്ക് എല്ലാത്തിന്റെയും ഡിസ്റ്റൻസ് കിട്ടിയല്ലോ. എ ബിന്റെ ഡിസ്റ്റൻസ് √10, ബി സി √5, ബി സിന്റെ 4, പിന്നെ എ ഡിയുടെ 3. നമ്മൾ പഠിച്ച എല്ലാ ഫോർമുലയും 3 ഫോർമുല ഇതിൽ ഉപയോഗിച്ചു. ഓക്കെ, ഇനി ലാസ്റ്റത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദ പോയിന്റ്സ് 2 1 3 4 ആൻഡ് -3 6 ഫോം എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഈ 3 കോർഡിനേറ്റ്സും ഒരു റൈറ്റ് ആംഗിൾഡ് ആവുന്ന പ്രൂവ് ചെയ്യണം. അതെങ്ങനെ പ്രൂവ് ചെയ്യാം? പൈത്തഗോറസ് തിയറം വെച്ചിട്ട് പ്രൂവ് ചെയ്യാം.
ഇത് റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ ആണെന്നല്ലേ കാണിക്കേണ്ടത്. റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഒരു റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ എടുത്തു എന്ന് വിചാരിക്കാം. പൈത്തഗോറസ് തിയറം എന്താ വരിക? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ അല്ലെ? എ സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് ആയിട്ട് എടുത്തു നോക്കിയാൽ ഇത് എ എന്ന് പറയുന്ന സൈഡ്, ഇത് ബി എന്ന് പറയുന്ന സൈഡ്, ഇത് സി എന്ന് പറയുന്ന സൈഡ്. എന്റെയും ബിന്റെയും സ്ക്വയറിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കണം? സിന്റെ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ ആണെന്ന് പറയാലോ. അങ്ങനെയാണെങ്കിൽ 2, 1 എന്ന് പറയുന്ന പോയിന്റ് എവിടെ വരാം? ഇത് -3, 6 ആയിട്ട് എടുക്കുന്നു. -3, 6 ആയിട്ട് എടുക്കും. 2, 1, 3, 4 ഇങ്ങനെ പറ്റും. എങ്ങനെയെങ്കിലും എടുത്താൽ മതി. ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഓക്കെ, ഇത് എ, ഇത് ബി, ഇത് സി. ഇതിന്റെ എല്ലാത്തിന്റെയും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഡിഫറെന്റ് ആണ്. അപ്പോൾ എ ബി സി എങ്ങനെ എടുത്താലും ഓക്കെ ആവേണ്ടതാണ്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ ഒരു ഡിസ്റ്റൻസ് ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ എക്കും ബിക്കും സിക്കും പേര് കൊടുക്കാം. അപ്പോൾ എന്റെ കോർഡിനേറ്റ് 2, 1 ആയിട്ട് ഞാൻ എടുത്തു. ബിന്റെ കോർഡിനേറ്റ് 3, 4, സിന്റെ കോർഡിനേറ്റ് -3, 6 ആയിട്ട് ഞാൻ എടുത്തു. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്നല്ലേ കാണിക്കണ്ടേ? എന്ന് വെച്ചാൽ ആദ്യം എ ബി സ്ക്വയർ എത്രയാണെന്നല്ലേ നമുക്ക് കാണേണ്ടത്. എ ബി സ്ക്വയർ എന്താ വരിക? എ ബി സ്ക്വയർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് സ്ക്വയർ എന്തായിരുന്നു? ഡിസ്റ്റൻസിന്റെ ഫോർമുല √(x1 - x2) പ്ലസ് അല്ലെ? ഡിസ്റ്റൻസിന്റെ ഫോർമുല √(x1 - x2) ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ. ഇങ്ങനെയല്ലേ വരിക? ഇതാണ് ഡിസ്റ്റൻസിന്റെ ഫോർമുല വരിക. പക്ഷെ നമുക്ക് ഡിസ്റ്റൻസ് അല്ലല്ലോ കണ്ടുപിടിക്കേണ്ടത്, ഡിസ്റ്റൻസിന്റെ സ്ക്വയർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് നോക്കണ്ട, റൂട്ട് എടുക്കാണ്ടിരുന്നാൽ പോരെ. നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസിന്റെ സ്ക്വയർ കിട്ടും. ഇതാണ് എന്ത് വരിക? ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന്റെ ഫോർമുല വരുന്നത്. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന്റെ ഫോർമുല കിട്ടിയില്ല. ഇതാണ് x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ. ഇതാണ് എ ബി സ്ക്വയറിന്റെ ഫോർമുല വരിക. എ ബി x1 എന്ന് പറയുന്നത് എന്താണ് വരിക? 2, x2 എന്ന് പറയുന്നത് 3, 2 - 3 ഹോൾ സ്ക്വയർ പ്ലസ് y1 എന്ന് പറയുന്നത് 1 മൈനസ് y2 എന്ന് പറയുന്നത് 4, 1 - 4 ഹോൾ സ്ക്വയർ. 2 - 3 എന്ന് പറഞ്ഞാൽ എത്ര വരിക? -1 ഹോൾ സ്ക്വയർ പ്ലസ് 1 - 4 എന്ന് പറഞ്ഞാലോ -3 ഹോൾ സ്ക്വയർ. -1ന്റെ സ്ക്വയർ എന്താ വരിക? 1 എന്നാണ് വരിക. -3ന്റെ ഹോൾ സ്ക്വയർ 9. 9 + 1 എന്താണ് വരിക? 10. ഓക്കെ, എ ബിന്റെ സ്ക്വയർ കിട്ടി. ഇനി നമുക്ക് എന്താ കിട്ടണ്ടേ? എ ബി സ്ക്വയർ കിട്ടി. ഇനി ഏത് കിട്ടണം? ബി സി സ്ക്വയറും എ സി സ്ക്വയറും കിട്ടണം. ഈ ബി സി സ്ക്വയർ കണ്ടുപിടിക്കാം. ബി സി സ്ക്വയറിന്റെ ഫോർമുല എന്ത് തന്നെയാണ്? എല്ലാത്തിന്റെയും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഡിഫറെന്റ്. അപ്പൊ ഡിസ്റ്റൻസ് സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ. അപ്പൊ ബി സിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാ? 3, 4 -3, 6. 3, 4 -3, 6. 3, 4 x1 എന്താ വരിക? 3 -3 ഹോൾ സ്ക്വയർ പ്ലസ് y കോർഡിനേറ്റ് 4 - 6 ഹോൾ സ്ക്വയർ.
3 മൈനസ് മൈനസ് 3 എന്നാണ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 3 പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് ഒപ്പം എഴുതിയെടുക്കാം 4 മൈനസ് 6 എന്ന് പറയുന്നത് എത്ര വരും മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് വരും 3 പ്ലസ് 3 9 സ്ക്വയർ പ്ലസ് മൈനസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 2 ഹോൾ സ്ക്വയർ 4 2 ഇൻറ്റു 2 4 9 സ്ക്വയർ എന്താണ് 9 ഇൻറ്റു 9 81 പ്ലസ് 4 81 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ വരും 85 ആണ് ഓക്കെ ഓക്കെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് 3 പ്ലസ് 3 5 അല്ലല്ലോ 6 അല്ലേ വരിക ഓക്കെ 3 പ്ലസ് 3 എന്ന് പറയുന്നത് എന്താണ് വരിക 6 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് 36 36 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 40 ആണ് ആൻസർ കിട്ടുക ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസം കറക്റ്റ് ഇനി നമുക്ക് ഒരു സൈഡും കൂടി കണ്ടുപിടിക്കണം ഏതാണ് ആ സൈഡ് എ സി സ്ക്വയർ എന്ന് പറയുന്നത് എ സി സ്ക്വയർ എത്രയാണെന്ന് കിട്ടിയാൽ മതി എയും സിയും ഏതൊക്കെയായിരുന്നു കോർഡിനേറ്റ്സ് എ എന്ന് പറയുന്നത് 2 1 സി എന്ന് പറയുന്നത് മൈനസ് 3 6 എ എന്ന് പറയുന്നത് 2 1 മൈനസ് 3 6 ആണ് സി എ ഓക്കെ എന്താണ് ഫോർമുല x1 മൈനസ് x2 ഹോൾ സ്ക്വയർ x1 2 മൈനസ് x2 പിന്നെയും മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 y1 1 മൈനസ് y2 സ്ക്വയർ 2 മൈനസ് മൈനസ് 3 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2 പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് 6 മൈനസ് 5 ഹോൾ സ്ക്വയർ 2 പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്താ 5 2 പ്ലസ് 3 5 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് മൈനസ് 5 ഹോൾ സ്ക്വയർ മൈനസ് 5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 5 ഇൻറ്റു മൈനസ് 5 25 5 ഇൻറ്റു 5 25 25 പ്ലസ് 25 എന്താണ് കിട്ടുക 50 ഓക്കെ എ സി ആണ് വലുത് അല്ലേ അപ്പോ 10 പ്ലസ് 40 എന്ന് പറയുന്നത് എന്താ കിട്ടുന്നത് 50 എന്നല്ലേ കിട്ടുന്നത് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറയാൻ പറ്റും എ ബി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയത് 10 എന്നാണ് കിട്ടിയത് ബി സി സ്ക്വയർ എത്രയാണ് കിട്ടിയത് 40 എന്നാണ് കിട്ടിയത് എ സി സ്ക്വയർ എന്തായിട്ട് വരും 50 ആണ് നമുക്ക് കിട്ടിയ ആൻസറും 50 10 പ്ലസ് 40യും 50 ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ തന്നിരിക്കുന്ന 3 കോർഡിനേറ്റ്സ് എന്തിന്റെ കോർഡിനേറ്റ്സ് ആണ് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ കോർഡിനേറ്റ്സ് ആണ് പറയാൻ പറ്റും ഇനി നമുക്ക് ഇന്ന് എന്തെല്ലാമാണ് പഠിച്ചതെന്നും നോക്കാം ഇന്നെന്താണ് നമ്മൾ പഠിച്ചത് we can find missing vertices of an axis parallel rectangle by keeping one coordinate the same അല്ലേ നമുക്ക് രണ്ട് ഓപ്പോസിറ്റ് കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ ഒരു റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ ആ റെക്ടാങ്കിളിന്റെ മറ്റ് രണ്ട് പോയിന്റ്സ് എന്താ വരിക എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു ഇനി മോഡുലസ് ഓഫ് x1 മൈനസ് x2 ഇതാണ് ഹൊറിസോണ്ടൽ ലെങ്ത്തിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പിന്നെ മോഡുലസ് ഓഫ് y1 മൈനസ് y2 എന്ന് പറയുന്നത് എന്താണ് വെർട്ടിക്കൽ ലൈനിന്റെ ഡിസ്റ്റൻസ് ഇനി കോമൺ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഫോർമുല ഏത് രണ്ട് പോയിന്റ് തന്നാലും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡിസ്റ്റൻസ് ഫോർമുലയാണ് എന്ത് d ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ഓക്കെ ഇനി ഒറിജിനിൽ നിന്നുള്ള ഒരു കോർഡിനേറ്റിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് ചെയ്താൽ മതി ഇനി നമ്മൾ പിന്നെന്താ പഠിച്ചത് ഒരു 3 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ 3 അതിലധികമോ പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് കൊളീനിയർ ആണോ എന്ന് നോക്കാൻ നമ്മൾ പഠിച്ചു ഇല്ലേ വി ക്യാൻ ചെക്ക് ഇഫ് പോയിന്റ്സ് ആർ കൊളീനിയർ ബൈ കമ്പയറിംഗ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊളീനിയർ ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ
ഇനി നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാം. അതിനായിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇഫ് യു മൂവ് ഫ്രം 5, 8 to 1, 8, വിച്ച് കോർഡിനേറ്റ് സ്റ്റേസ് ദ സെയിം? 5, 8 നിന്ന് ഉള്ള പോയിന്റിൽ നിന്ന് 1, 8 വന്നു കഴിഞ്ഞാൽ ഏത് പോയിന്റ് ആണ് സെയിം ആയിട്ട് നിൽക്കുക? ഏത് കോർഡിനേറ്റ് ആണ് സെയിം ആയിട്ട് നിൽക്കുക? എക്സ് കോർഡിനേറ്റ് ആണോ വൈ കോർഡിനേറ്റ് ആണോ? എക്സ് കോർഡിനേറ്റ് മാറുന്നുണ്ട് ഇല്ലേ? 5 നിന്ന് 1 ആയി മാറിയിട്ടുണ്ട്. 8 എന്ന് പറയുന്നത് മാറുന്നില്ലല്ലോ. 8 എന്ന് പറയുന്നത് ഏത് കോർഡിനേറ്റാ? വൈ കോർഡിനേറ്റ്. അപ്പൊ വൈ. ഓക്കെ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഹൊറിസോണ്ടൽ സൈഡ് ഓഫ് എ റെക്ടാങ്കിൾ വിത്ത് ഓപ്പോസിറ്റ് വെർട്ടിസസ് അറ്റ് 1, 2 and 9, 6? ഓപ്പോസിറ്റ് വെർട്ടിസസ് 1, 2 9, 6 എന്ന് പറയുന്നത് രണ്ട് ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഒരു റെക്ടാങ്കിളിന്റെ രണ്ട് ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഇതിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്യണം. ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്യാം? അതെങ്ങനെയാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക? 1, 2, 9, 6 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്. ഇതിന്റെ ഫോർമുല ഉണ്ടല്ലോ, ഡിസ്റ്റൻസിന്റെ ഫോർമുല റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. നേരത്തെ എന്താണ് ചെയ്തിരുന്നത്? x2 മൈനസ് x1. നേരത്തെ ഞാൻ x1 മൈനസ് x2 എന്നൊക്കെയാണ് എടുത്തത്. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. x2 മൈനസ് x1 എന്നോ x1 മൈനസ് x2 എന്നോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. x2 മൈനസ് x1 പ്ലസ് y2 മൈനസ് 1 ഹോൾ സ്ക്വയർ. x2 മൈനസ് 1 x1 എത്രയാണ് വരിക? 9 മൈനസ് 1 റൂട്ട് ഓഫ് 9 മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1. y2 എന്ന് പറയുന്നത് 6 മൈനസ് y1 2 ആണ്. 2 ഹോൾ സ്ക്വയർ. 9 മൈനസ് 1 എന്താ വരിക? 8 സ്ക്വയർ പ്ലസ് 6 മൈനസ് 2 4 സ്ക്വയർ. 8 സ്ക്വയർ എത്രയാണ്? 8 into 8 എത്രയാണ് വരിക? റൂട്ട് 8 സ്ക്വയർ 64 പ്ലസ് 4 into 4 എത്രയാണ് വരിക? 16. 64 പ്ലസ് 16 എത്രയാണ്? കണ്ടുപിടിക്കൂ. 6 പ്ലസ് 4 10. 6 പ്ലസ് 2 റൂട്ട് 80 എന്ന റൂട്ട് 80 ആണ് എന്ത് വരിക? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ 1, 2 എന്ന് പറയുന്നതും 9, 6 എന്ന് പറയുന്ന കോർഡിനേറ്റിന്റെ ഡിസ്റ്റൻസ് റൂട്ട് 80 എന്നാണ് വരിക. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ ഒറിജിൻ. 3, 4 എന്ന് പറയുന്ന പോയിന്റ് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അതെങ്ങനെയാ? ഡിസ്റ്റൻസിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഇതാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഡിസ്റ്റൻസിന്റെ ഫോർമുല, ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസിന്റെ ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് എന്ത്? ഡിസ്റ്റൻസിന്റെ ഫോർമുല ഒറിജിനിൽ നിന്ന്. എക്സ് എന്താണ് ഇവിടെ? 3 സ്ക്വയർ പ്ലസ് വൈ എന്താണ്? 4 സ്ക്വയർ. 4 സ്ക്വയർ എന്താ വരിക? 16. 3 സ്ക്വയർ 9. 9 പ്ലസ് 16. 16 പ്ലസ് 9 എത്ര വരിക? റൂട്ട് 25. 5 into 5 അല്ലേ 25. അതായത് 5 സ്ക്വയർ ആണെന്ത്? 25 എന്ന് കിട്ടുക. 25ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 5. ഓക്കെ. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 എന്ന്. ഇവരുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ് വരിക. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ട്രൂ ഓർ ഫോൾസ് എന്നാണ്. 1, 1, 1, 5, 1, 9 ഈ 3 പോയിന്റ്സും കൊളീനിയർ ആണെന്നാണ് പറയുന്നത്. കൊളീനിയർ ആണോ? കൊളീനിയർ ആണെന്ന് എങ്ങനെയാ നോക്കുക? ഇതെങ്ങനെയാ കൊളീനിയർ ആണെന്ന് നോക്കുക? കൊളീനിയർ ആണെന്ന് നോക്കാൻ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നേ? ഇത് എ എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് എടുത്തു, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്, ഇത് സി എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് എടുത്തു. എ ബി പ്ലസ് ബി സി എന്ന് പറയുന്നത് എന്തായിരിക്കണം? എ സിയോട് ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് എന്ത് വരിക?
ഇത് കൊളീനിയർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എ സി ആണെന്ന് വെക്കാം. എ ബി സി എന്ന് പറയുന്നത് ഒരു ലൈനിലാണെങ്കിൽ എ ബിയും എ സിയും കൂട്ടി എത്ര കിട്ടണം? എ സിന്ന് കിട്ടണം. അതാണ് ലോജിക്. അത് കോർഡിനേറ്റിലും വർക്ക് ആവും. അപ്പോ എ ബിന്റെ ഡിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കണം. എ ബിന്റെ ഡിസ്റ്റൻസ് എങ്ങനെയാ കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് x2 മൈനസ് x1. x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് 1 ഹോൾ സ്ക്വയർ. 2 മൈനസ് 5 ഹോൾ സ്ക്വയർ. എന്താ കിട്ടുക? 1 മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0. 0 പ്ലസ് 5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ. 4 സ്ക്വയർ എന്താ വരിക? 4 into 4 റൂട്ട് 16 എന്നാണ് കിട്ടുക. ബി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? 1 5. സി എന്ന് പറയുന്ന പോയിന്റ് 1 9. ബി സിന്റെ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? x2 മൈനസ് x1. 1 മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1. 9 മൈനസ് 5 ഹോൾ സ്ക്വയർ. 1 മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? 0 സ്ക്വയർ പ്ലസ് 9 മൈനസ് 5 എത്ര വരിക? 4 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 സ്ക്വയർ 0 തന്നെ. 4 സ്ക്വയർ എന്താ വരിക? റൂട്ട് 16. ഓക്കെ. ഇനി എ സി എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. എ സി എത്രയാണെന്ന് കൂടി കണ്ടുപിടിച്ചാൽ മതി അല്ലെ. എ സി എന്താണ് വരിക? എ എന്ന് പറയുന്ന പോയിന്റ് 1 1. സി എന്ന് പറയുന്ന പോയിന്റ് 1 9. എ എന്ന് പറയുന്ന പോയിന്റ് 1 1. സി എന്ന് പറയുന്ന പോയിന്റ് 1 9. ഡിസ്റ്റൻസിന്റെ ഫോർമുല x2 മൈനസ് x1. 1 മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 9 മൈനസ് 1 ഹോൾ സ്ക്വയർ അല്ലെ. 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0. 0ന്റെ സ്ക്വയർ 0. പിന്നെ 9 മൈനസ് 1 8. 8ന്റെ സ്ക്വയർ എന്താ വരിക? റൂട്ട് 64 എന്നാണ് കിട്ടുക. അപ്പൊ ഇതെങ്ങനെ നോക്കാം? എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഈക്വൽ എന്ന് പറയും. ഓക്കെ. അപ്പൊ എ ബി എന്താ കിട്ടിയത്? റൂട്ട് 16 കിട്ടി. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇവിടെയും റൂട്ട് 16 എന്ന് പറഞ്ഞാൽ എന്താണ്? 4. കാരണം എന്താ? 4 into 4 16. അപ്പൊ 16ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 4. ഇനി 64ന്റെ റൂട്ട് എന്താ? 8 അല്ലെ. 8 into 8 64. 64ന്റെ റൂട്ട് 8. അപ്പോ എ ബി പ്ലസ് ബി സി എന്ത് കിട്ടണം എന്ന് പറഞ്ഞത്? എ സി കിട്ടണം. എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി ആണോ? എ ബി എന്ന് പറയുന്നത് 4, ബി സി എന്ന് പറയുന്നതും 4. 4ഉം 4ഉം കൂട്ടിയാൽ എത്ര കിട്ടുക? 8 എന്ന് കിട്ടും. ഈ 8 തന്നെയാണോ നമുക്ക് എ സി ആയിട്ട് കിട്ടിയത്? അതെ. എ ബി ബി സി എ സി എന്ന് പറയുന്നത് എന്താണ്? കൊളീനിയർ ആണ്. അല്ലെങ്കിൽ വേറൊരു വഴി, ഈ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് കണ്ടുപിടിക്കാണ്ട് തന്നെ നമുക്ക് അറിയില്ലേ. ഈ 1 1 1 5 1 9 എന്ന് പറയുന്നത് ഒരേ ലൈനിലാണ്. കാരണം എന്താ? ഇവിടെ എക്സ് കോർഡിനേറ്റ് സെയിം അല്ലേ. എക്സ് കോർഡിനേറ്റ് സെയിം ആയതുകൊണ്ട് എന്താണ്? ആ ഒരൊറ്റ ലൈനിലല്ലേ ഇരിക്കുന്നത് ഈ 3 പോയിന്റുകളും. ഓക്കെ. അപ്പൊ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് സെയിം ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? കൊളീനിയർ ആണെന്ന് പറയാം. ഡിഫറെന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് തന്നെ കണ്ടുപിടിക്കണം. അത് കൊളീനിയർ ആണോ? ഓക്കെ ആണോ? നമ്മൾ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ പാഠം നല്ല അതിഗംഭീരമായിട്ട് പഠിച്ചെടുത്തു. ഓക്കെ. ഇപ്പൊ എന്താ നമ്മൾ പഠിച്ചത്? നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒരു വേൾഡ് മാപ്പ് ഒക്കെ എങ്ങനെ അളക്കാമെന്ന് അല്ലെ. GPS ലൊക്കേഷൻ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. GPS ലൊക്കേഷൻ എങ്ങനെയാണ് ഓരോ വീഡിയോ ഗെയിമിലത്തെ ക്യാരക്ടറിന്റെ മൂവ്മെന്റ്, പിന്നെ ഓരോ ആർക്കിടെക്ചറിന്റെ പ്ലാന്, ഇതെല്ലാം ഈ ഒരു സിമ്പിൾ ഐഡിയയിൽ ആണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇനി ഒരു ഫൺ ഫാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ സാധാരണ കാർട്ടീഷ്യൻ സിസ്റ്റം എന്ന് വിളിക്കാറുണ്ട്. കോർഡിനേറ്റ് സിസ്റ്റം എന്ന് കേട്ടാലും കാർട്ടീഷ്യൻ സിസ്റ്റം എന്ന് കേട്ടാലും ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ പേര് എവിടെ നിന്ന് വന്നത്? ഒരു ഫ്രഞ്ച് ഫിലോസഫർ മാത്തമാറ്റീഷ്യൻ ആയ റെനെ ദസ്കറിറ്റ്സി എന്ന് പറഞ്ഞ ആളുടെ പേരിൽ നിന്നാണ് കാർട്ടീഷ്യൻ എന്നുള്ളത് ഒരു പേര് വന്നത്. Who legend says came up with the idea while watching a fly crawl on the ceiling. അപ്പൊ സീലിങ്ങില് ഒരു ഈച്ച ഇങ്ങനെ പറന്നു നടന്നപ്പോ അയാൾക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് ഈ ഒരു കാർട്ടീഷ്യൻ സിസ്റ്റത്തിന്
കാരണമായത്. ഒരു ഈച്ചയാണ് ഒരു കാർട്ടീഷ്യൻ സിസ്റ്റത്തിന് കാരണമായത്. ഓക്കെ.